ഹേ ഓൾ വെൽക്കം ബാക്ക്. മറ്റേ വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് എനിക്ക് പിന്നെയും ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ബുദ്ധിമുട്ട് വെച്ചാൽ കാര്യമായിട്ടൊന്നല്ല, തിരിച്ചുറ്റലുകൾ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പലരോട്ടം പോയിരുന്നു എന്ന് പറഞ്ഞല്ലോ ഗോപ്രോ കൊടുക്കാനായിട്ട്. അതിപ്പോഴും എൻ്റെ കയ്യിലിരിക്കുക. ബോക്സ് നോക്കണ്ടാട്ടില്ല, ചെറിയ ഗോപ്രോ തന്നെയുള്ളൂ. പെട്ടി നല്ല ഇതേ കിട്ടിയുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ എന്താ സംഭവിച്ചാൽ അപ്പോൾ എനിക്ക് അയക്കാൻ പറ്റില്ല. ഞാൻ അന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഈ ഗോപ്രോ സർവീസ് അവരുടെ കസ്റ്റമർ സർവീസിൽ എനിക്ക് തന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 3 ഫയലാണ് വേണ്ടത് കയറ്റി വിടാനായിട്ട്. അതിൽ 2 എണ്ണം എനിക്ക് അവർ തന്നുള്ളൂ. 3 ഫയലായിട്ട് തന്നെങ്കിലും ഈ 2 എണ്ണം റിപ്പീറ്റ് കയറി വന്നു. അപ്പോൾ 3 എണ്ണം കിട്ടി, പക്ഷേ 2 ഫയലേ വന്നുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ലല്ലോ ഇത് എങ്ങനെയൊക്കെ സംഭവം. ഞാനതും കൊണ്ട് ബാഗിലിട്ട് പോയി. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് അവർ പറയണത് ഇത്ര മാത്രം പോരാ, ഒരു എയർവേ ബില്ല് എന്ന് പറയുന്ന സംഭവം വേണം, അതാണ് മെയിനായിട്ട് പുറത്തൊട്ടിക്കാൻ വേണ്ടത്. അത് കിട്ടിയിട്ടില്ല, അതൊന്നും കൂടെ റിക്വസ്റ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അപ്പം എനിക്ക് അടിപൊളി, അപ്പം ഇനി വരണല്ലേ ആലോചിച്ചു. പക്ഷെ അവർ പറഞ്ഞു കേട്ടോ, ഇനി വരണം എന്നില്ല, നമുക്ക് പിക്കപ്പിന് എന്താ പറയുക റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്നോട് ചോദിച്ചു എവിടുന്നാണ് വരുന്നതെന്ന്. അതുകൊണ്ടാണ് ഇത് പറയാൻ കാരണം. ഞാൻ തൃശ്ശൂരിൽ നിന്നാന്ന് പറഞ്ഞപ്പോൾ ബുദ്ധിമുട്ടണ്ട, ഇങ്ങനെ റിക്വസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിക്കപ്പ് ഉണ്ട്, അപ്പോൾ ഒന്ന് റിക്വസ്റ്റ് ചെയ്താൽ അവരൊന്ന് പിക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഇത്തിരി സമാധാനമായി. അപ്പോൾ ഓക്കെ, ഞാൻ തിരിച്ചു വന്ന് വീണ്ടും ഗോപ്രോയിൽ വിളിച്ച് ഈ കാര്യം പറഞ്ഞു, എനിക്കിങ്ങനൊരു സാധനം മിസ് ആയിട്ടുണ്ട്, അതെനിക്ക് വേണമെന്ന്. അപ്പോൾ അവർ ഓക്കെ, അപ്പം തന്നെ എനിക്ക് സാധനം സ്പോട്ടിൽ സെൻഡ് ചെയ്ത് തന്നു. അതൊക്കെ ഞാൻ പ്രിൻ്റ് എടുത്തു. ഈ സർവീസുകാർ കൊറിയർ സർവീസുകാരെ വിളിച്ചു. കൊറിയർ സർവീസുകാരെ വിളിച്ചപ്പോൾ അവർ ഓക്കെ ശരി എടുക്കാം, അഡ്രസ്സൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ അവർ ചോദിച്ചു എൻ്റെ അഡ്രസ്സ്. അവർക്ക് ഈ ആർഎംഎ അങ്ങനത്തെ സംഭവമാണ് ഇതിൻ്റെ മെയിൻ സംഭവം. അതിൽ നമ്പർ കൊടുത്തപ്പോൾ അവർക്ക് ഏകദേശം എൻ്റെ ഡീറ്റെയിൽസ് കിട്ടി. അപ്പോൾ അവർ പറഞ്ഞു അഡ്രസ്സിൽ എന്തോ വ്യത്യാസം കിടക്കുന്നുണ്ട്. എന്താ സംഭവിച്ചാൽ ഞാൻ ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നിടത്തെ പിന്നാണ് ഞാൻ അഡ്രസ്സിൽ കൊടുത്തത്. അതുപോലെ തന്നെ പെർമനൻ്റ് അഡ്രസ്സിലെ സ്ഥലവും കൊടുത്തു. അപ്പോൾ ചെറിയൊരു കൂട്ടിമുട്ടൽ വന്നപ്പോൾ അവർ പറഞ്ഞു നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അവിടുന്ന് പിക്ക് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ അവിടെ ഉണ്ടെങ്കിലേ പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അതുപോലെ നിങ്ങളുടെ പ്രൂഫൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായത് മെനക്കെടാണെന്ന്. അപ്പം ഞാനത് വിട്ടു. ഇനിയിപ്പോൾ എന്തായാലും ഒന്നും കൂടെ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നും പോവുകയാണ് ഇത് കൊടുക്കാൻ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇതിൻ്റെ പിന്നിൽ ഇരട്ടിപ്പണി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് ഇത് കൊണ്ടു കൊടുക്കാൻ പോവാണ്. ഇന്ന് പോയിട്ട് വേറെ വല്ല വള്ളിക്കെട്ട് കിട്ടുമോയെന്ന് അറിയില്ല. ഇതാണ് സാധനം. ഇതൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ന് തിരിച്ചു വരുമെന്നോ ഒന്നും അറിയില്ല. എപ്പോൾ ഇവിടുന്ന് വേഗം പോവായിരിക്കും എന്ന് വിചാരിക്കണേ. അപ്പോൾ ഇത് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇനി ബാക്കി അപ്ഡേഷൻസൊക്കെ ഇതുപോലെ ഓരോ വീഡിയോസ് ആയിട്ട് ചെയ്യാം. എപ്പോഴാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, വീണ്ടും ഒരു അൺബോക്സിങ് ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം. ഹേ ഗായ്സ്, അപ്പം നമ്മളങ്ങനെ ഇപ്പോൾ തിരിച്ച് വീട്ടിലെത്തി. ഗോപ്രോ നമ്മൾ സിംഗപ്പൂരിലേക്ക് അയച്ചു വിട്ടിട്ടുണ്ട്. ഇനി എപ്പോഴാണ് തിരിച്ചു വരികയെന്നൊന്നും അറിയില്ല. അതെ, ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞു. ഞാൻ വീട്ടിലെത്തി. ഇനി നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം എപ്പോഴാണ് വരിക എന്നുള്ളത്. ബൈ ബൈ.